ചൈനീസ് ഈ പറയുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഏകദേശം ഒരു 4000-ഓളം ചൈനീസ് സ്റ്റുഡൻസിനെ, ഏവിയേഷന് താല്പര്യമുള്ള സ്റ്റുഡൻസിനെ അമേരിക്കയിലും ഈ UK-യിലും അതേപോലെ ഫ്രാൻസിൽ പഠിക്കാൻ വിട്ടു ഇതിൻ്റെ കോഴ്സിന്. എന്നിട്ട് അവിടുന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നിട്ടാണ് അവർ ഈ സംഭവം ചൈനയിൽ ചെയ്യുന്നത്. അതാണ് ചൈന എന്ന് പറഞ്ഞ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ തിരിച്ചു വന്നിട്ട് അവരുടെ രാജ്യത്തിന് വേണ്ടി ഈ സാധനം ഉണ്ടാക്കി. ചൈന അതേപോലെ തന്നെ ദുബായ് ഷോയിൽ അവർ ഫ്ലൈയിങ്, അതായത് പാസഞ്ചർ ഫ്ലൈറ്റ് ഏകദേശം 12 അവരുടെ ഫ്ലൈ ചെയ്യുന്നുള്ളൂ. ചൈനീസ് എയർലൈൻസ് മാത്രം, ഒറ്റ എയർലൈൻസ് മാത്രമേ ഫ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഹ്യൂജ് ഫ്ലൈറ്റ് ഉണ്ടാക്കി, അതായത് വൈഡ് ബോഡി ഫ്ലൈറ്റ്. അതവരെ കാണിക്കുകയൊക്കെ ചെയ്തു. അത് എയർബസിനും ബോയിങ്ങിനും ത്രെട്ടായിട്ട് തന്നെ അവർ കൊണ്ടുവന്ന സംഭവം. പക്ഷെ ലോകത്തുള്ള രാജ്യങ്ങൾ ഇത് വാങ്ങത്തില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ ദുബായ് ഷോയിൽ പങ്കെടുത്തത്? നിങ്ങൾക്ക് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കണം. ഇന്ത്യ മാത്രം ഇത് മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിൽ മാത്രം യൂസ് ചെയ്താൽ ഈ പറയുന്ന പോലെ മുൻപോട്ട് ഈ കമ്പനി പോകത്തില്ല. കാരണം ഇത് മറ്റുള്ള രാജ്യങ്ങളും യൂസ് ചെയ്തും ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയാം, റഫേല് വിൽക്കാൻ വേണ്ടി ഇമാനുവേൽ മാക്രോന് മുമ്പുണ്ടായിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നു. അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, കാരണം വലിയ രീതിയിൽ ലോബിയിങ് നടത്തിയിട്ടാണ് ഫ്രാൻസ് ഈ കച്ചവടം ഉറപ്പിക്കുന്നത്. അതായത് ഒരു രാജ്യം അവരുടെ എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് എയർക്രാഫ്റ്റുകളും വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത് ഒരു ഹൈ പവർ ഡീലിന്റെ ഭാഗമാണ്.